കഴിക്കാനുള്ള ഭക്ഷണം ആര് തരും? ഉറക്കെന്ന് പറഞ്ഞ ആര് തരും? അപ്പൊ ചോദിക്കും ഉസ്താദ്, അപ്പൊ നാളെ ജോലിക്ക് പോകണ്ട, വീട്ടിൽ വരില്ലേ? അതന്നെ. അപ്പൊ നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ടേ ഉസ്താദ്? എന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്ക് എങ്ങനെ ആകാശത്ത് നിറക്കോ? അതാ ചോദ്യം. ഓക്കെ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ മരിച്ചുപോയ ആര് കൊടുക്കും? ഇന്ന് രാത്രി ഇവിടെ ഇരുന്നിട്ട് പോണ വഴിയിൽ അങ്ങ് തീർന്നാലേ നാളെ നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും എങ്ങനെ കവറിന്ന് പാഴ്സൽ അയക്കുവോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ നിന്ന് അയച്ചു കൊടുക്കും? പള്ളിക്കാട്ടിന്ന്, കുറ്റിത്തെരുവ് പള്ളിയിൽ നിന്ന് പാഴ്സലായിട്ട് വീട്ടിലേക്ക് അയക്കോ? ഇല്ലല്ലോ. അപ്പൊ ആരാ കൊടുക്കണേ? പറദാത്തമാരാരാ കൊടുക്കണേ? അല്ലാഹ്. എന്താ ഇപ്പൊ ഇല്ലേ? നിങ്ങൾക്ക് ജോലി ഇല്ലേ? എടാ അനിയ, നിനക്ക് കാലുണ്ടെങ്കിലല്ലേ ജോലിക്ക് പോകാൻ പറ്റൂ. കാലുണ്ടാ നട്ടല്ലൊടിഞ്ഞ് കിടക്കുന്ന എവനെങ്കിലും ജോലിക്കെടുക്കോ? കണ്ണിന് കാഴ്ചയില്ലാത്തവനെ ജോലിക്കെടുക്കോ? ബുദ്ധിയില്ലാത്തവനെ ജോലിക്കെടുക്കോ? ഇല്ല. ഇതൊക്കെ തന്നതാരാ? അല്ലാഹ്. മാറ്റാനും അള്ളാഹ്ക്ക് കഴിവുണ്ട് കേട്ടോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയുകയാ, നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിച്ച ഒരിടത്തും പോണ്ട, മരിക്കണ കാലം വരെ പിരിവെടുക്കാൻ നടക്കണ്ട, ഞാൻ തരാം ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2 നല്ല മരണം. അല്ല പറയാ, വേണോ? ആർക്കെങ്കിലും വേണോ നല്ല മരണം? വെള്ളിയാഴ്ച രാവി മരിച്ചിടക്കിടണ്ടോ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് അള്ളാഹുവേ കൊതി തോന്നാറുണ്ട്. മയ്യത്ത് കാണുമ്പോ, ഇങ്ങനെ കിടക്കണ കിടപ്പ് കാണുമ്പോ കൊതി തോന്നുമ്പോ, എന്താടാ ആമിന കിടക്കണ കിടപ്പുണ്ടോടി ഐഷ, എന്തൊരു ചിരിയാടി, വെള്ളിയാഴ്ച ഇവക്ക് മരണം കിട്ടാൻ എന്താടി ഇവള് ചെയ്ത്? അതാ ചോദിക്കണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, ഇവിടെ പണം കൊടുത്തോ, അധികാരം കൊണ്ടോ, കുടുംബ മഹിമ കൊണ്ടോ കിട്ടുവോ? കിട്ടൂല. ഒരു നല്ല മരണമാർക്കെങ്കിലും വേണോ? ഞാൻ തരാം. അല്ലാഹു പറയുകയാ. ചില ചെറുപ്പക്കാര് പറയാറുണ്ട്, ചില വാപ്പ, ഉസ്താദ് എന്റെ വാപ്പ റമദാൻ മാസത്തിലാ ഉസ്താദെ മരിച്ച്, 17-ാം രാവിലെ. ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, ഉസ്താദെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്റെ ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ സംസം വെള്ളം ഒഴിച്ചു കൊടുത്തു, എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ എന്റെ ഉമ്മച്ചി മരിച്ചേ. പറയണട്ടാ വിചാരിക്കും ഈ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടുമെന്ന്. പറയണട്ടാ വിചാരിക്കും നമുക്ക് ഇല്ല. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച അങ്ങാരി രക്ഷപ്പെട്ടു, നിനക്കെന്നെ കിട്ടാനോ ഒന്നും കിട്ടൂല. എന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാൽ, നിങ്ങളുടെ ഉമ്മ വെള്ളിയാഴ്ച റമദാൻ മാസത്തിൽ മരിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും, നമുക്കൊന്നും കിട്ടൂല. നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളും അങ്ങനെ മരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ ചെല്ലുമ്പോ ഉമ്മാടെ കൂടെ പോന്ന് പറഞ്ഞ് കയറ്റി വിടുവോ? അല്ലാഹ് പറ ചങ്ങാതിമാരെ, വിടുവോ? വിടൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഒരു മരണം കിട്ടണമെങ്കിൽ 5 പൈസയുടെ ചെലവില്ലാതെ കിട്ടും. 5 നയാ പൈസയുടെ ചെലവില്ലാതെ, ഒരു കഷ്ടപ്പാടുമില്ലാതെ നിങ്ങൾക്ക് അല്ലാഹു ഒരു നല്ല മരണം തരും. എന്ത് ചെയ്യണമെന്നറിയുമോ? 5 നേരം നീ നമസ്കരിച്ചാൽ വൽആഖിബത്തു ലിത്തഖ്വാ, അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് ഖുർആനാ പറയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ ഇത് പറയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? പറ, വല്ല പ്രശ്നമുണ്ടോ? ഭാര്യ മക്കളെ കുറിച്ച് ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ല. 5 നേരം നിസ്കരിച്ച് റാഹത്തായിട്ട് നടക്ക്. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ നമുക്ക് വേണ്ട 2ാമത്തെ കാര്യം, സർവ്വതിനേക്കാളും വലുത് അല്ലാഹ് പറഞ്ഞാ പോരാ, വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ. അത് ചില സാഹചര്യത്തിൽ നിന്റെ ജീവിതം കൊണ്ട് അതങ്ങ് ഉറപ്പിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 3 ഞാൻ നിർത്തുകയാണ്. 3 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഹിജറ പോകാൻ പറഞ്ഞു. സഹാബികൾ മുഴുവനും ഹിജറ പോയി. മക്കയിൽ നിന്നും മദീനയിലേക്ക് സഹാബത്ത് മുഴുവനും പോയി. ഏറ്റവും അവസാനം എല്ലാരും പോയി. ഇനി അവശേഷിക്കുന്നത് കുറച്ച് രോഗം പിടിച്ച പാവപ്പെട്ട സഹാബികൾ. പിന്നെയുള്ളത് കയ്യിലെണ്ണാവുന്ന സഹാബികൾ. ഒന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, മഹാനായ നബിയിന റസൂലുള്ളാഹി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇപ്പൊ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ വലിയ പ്രകടനങ്ങൾ നടക്കും. ഈ പ്രകടനമെല്ലാം നടന്ന് മുമ്പന്തിയിൽ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും. ലാത്തി ചാർജ് തുടങ്ങുമ്പോ കണ്ടിട്ടുണ്ടോ? നേതാക്കിനെ കാണാൻ പറ്റുമോ? അപ്പൊ ഓടി രക്ഷപ്പെടുക. ഏത് നേതാവാ തല്ലുകൊള്ളാതിരിക്കണത്? എടാ അടിയടാ പിടിക്കടാന്ന് ഓർഡർ ഇടാൻ മാത്രമേ അറിയത്തുള്ളൂ. ആദ്യം സ്വയരക്ഷയാ നോക്കുന്നത്. എങ്കിലും മുത്തുനബി അങ്ങനെയല്ല. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പൊക്കോ, ഏറ്റവും അവസാനം ഞാൻ വരാം.
എല്ലാരെയും പറഞ്ഞു വിട്ടിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനതാ തന്റെ വീടിന്റെ അകത്ത് ഇതര പോകാൻ തയ്യാറാവുകയാണ്. പടച്ചവനെ ശത്രുക്കളുടെ ചെവിയിലേക്ക് ഇബ്ലീസ് പോയി പറഞ്ഞു കൊടുത്തു. ശത്രുക്കൾ അറിയുകയാണ് 7 ഗോത്രക്കാര് മുഴുവനും തീരുമാനമെടുത്തു മുഹമ്മദിനെ കൊല്ലണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിങ്ങനെ വളഞ്ഞിരിക്കുകയാ. ഉരി പിടിച്ച വാളുമായി മുഹമ്മദ് വെളിയിലിറങ്ങുമ്പോൾ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി അതാ ശത്രുക്കൾ മുഴുവനും തയ്യാറെടുത്ത് കാത്തിരിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, ഇറങ്ങിക്കോ നബിയേ, ഒരു ഭയവും വേണ്ട നബിയേ, അങ്ങ് യാത്രയ്ക്ക് തയ്യാറെടുത്തോ. മുത്തുനബിയോട് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണം. ഇതാ വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് ഓതണം വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. നബിയേ, ഈ ആയത്തങ്ങ് ഓതിയിട്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്ന് വലിച്ചൊന്നെറിയണേ നബിയേ. ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിപ്പൊക്കോ നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അബൂബക്കർ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അലിയേ, ഇവിടെ കിടന്നുറങ്ങലിയോ, ഇവിടെ കിടന്നുറങ്ങലിയേ, ഞാൻ കിടന്ന അതേ സ്ഥലത്ത് നീ കിടന്നുറങ്ങലിയോ. അലിയാര് തങ്ങളെ പിടിച്ച് കിടത്തി ഉറക്കി. മുത്തുനബി ഒരു പിടി മണ്ണ് വാരി വീടിന്റെ വാതിൽ തുറന്നു. ശത്രുക്കൾ മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. ഒരു പിടി മണ്ണ് വാരിയിട്ട് വലിച്ചെറിയുകയാണ്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും. അവിടെ നീ ആയത്തോതിയിട്ട് മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യത്തോടെ നെഞ്ച് വിരിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ മുത്തുനബി നടന്നു പോവുകയാ. അള്ളാന്റെ റസൂല് നടന്നുപോയി, അള്ളാന്റെ റസൂല് നടന്നുപോയി. പടച്ചവനെ സ്നേഹിച്ചാൽ അങ്ങനെയാണ്, അള്ളാനെ കൊണ്ട് വിശ്വസിച്ചാൽ അങ്ങനെയാണ്. ഒരു പേടിയുമില്ല. അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ, അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സഹായം നമുക്ക് ലഭിക്കുകയാണ്. പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കുകയാണ്. മുത്തുനബി നടന്നുപോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുകയാ. അള്ളാന്റെ റസൂല് ചോദിച്ചു, വരുന്നു അബൂബക്കറേ, എന്റെ കൂടെ വരുന്നു അബൂബക്കറേ. അല്ലാന്റെ റസൂല് ചോദിക്കേണ്ട താമസം അബൂബക്കർ തങ്ങള് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, എടുക്കാനൊന്നുമില്ല നബിയേ, എനിക്കെടുക്കാനൊന്നുമില്ല. മുത്തുനബിയോട് പറയുകയാണ്, എന്റെ ചുമലിൽ കേറി നബിയോ, എന്റെ ചുമലിൽ കേറി നബിയേ. നടന്നാൽ കാൽപ്പാടം പിന്തുടർന്ന് ഇവന്മാര് വരും നബിയോ. അള്ളാഹുവിന്റെ പ്രവാചകന് ചുമലിൽ കേട്ടു. സാധാരണ മദീനയിലേക്ക് പോകുന്ന വഴിയല്ല, എതിർ ദിശയിലേക്കുള്ള വഴിയിലൂടെ നടക്കാ. മുത്തുനബി പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ പ്രവാചകനെ ചുമലിൽ വെച്ചുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ പോകുമ്പോ അതാ ഒരു ഗുഹ കാണാൻ വല്ലാത്ത തിരക്കാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഇരുന്ന ഗുഹയ്ക്കകത്ത് പോയിരുന്ന ദുആ ചെയ്യുന്നതിന് വേണ്ടി അതാ മണിക്കൂറുകൾ നടന്ന് കഷ്ടപ്പെട്ട പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ ആ ഗുഹ തേടി പോകുന്ന മുസ്ലിമേ, അള്ളാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും നടന്നുപോയി. അവിടുന്ന് അതാ ശത്രുക്കൾ പിന്തുടരാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ, ആ കാണുന്ന ഗുഹയ്ക്കകത്ത് നമുക്ക് കയറിയിരിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകം പറയുമ്പോ അബൂബക്കർ തങ്ങളെ ഗുഹയ്ക്കകത്തേക്ക് കടന്നു ചെന്നിട്ട് ലോകത്തിന്റെ നേതാവിന് ഇരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഗുഹയങ്ങ് തയ്യാറാക്കുകയാ. മുത്തുനബി ഗുഹയ്ക്കകത്തേക്ക് കയറി വന്നു.
അള്ളാന്റെ റസൂല് കയറി വന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിൽ ഇങ്ങനെ മുത്തുനബിയുടെ മടിയിൽ മുത്തുനബി ഉണ്ടല്ലോ, അബൂബക്കർ തങ്ങളുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ അല്ലാഹുവേ കുറെ സമയം കഴിയുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, അബൂബക്കറെ നിനക്കെന്ത് പറ്റി? യാ റസൂലല്ലാഹ്, ഗുഹയ്ക്ക് മുകളിൽ ശത്രു നിൽക്കുന്നു നബിയേ, ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ നിൽക്കുകയാ. അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. അവനെങ്ങാണം അവന്റെ കാലിലൊന്ന് നോക്കിയാൽ നമ്മളെ പിടിക്കുമല്ലോ നബിയേ. മുത്തുനബി ചിരിക്കുകയാ. അള്ളാന്റെ റസൂൽ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ചിരിക്കുകയാ. എന്താണ് നബിയെ ചിരിക്കുന്നത്? അള്ളാന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നമ്മൾ രണ്ടുപേരുമല്ല, നമ്മുടെ കൂടെ ഒരാൾ കൂടെയുണ്ട്. നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. അതാരെന്നറിയോ? പടച്ച റബ്ബാണ് അബൂബക്കർ. അല്ല നമ്മുടെ കൂടെയില്ലേ? അല്ല നമ്മുടെ കൂടെയില്ലേ? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? അവനവന്റെ കാലിൽ നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അവന് കാലിൽ നോക്കിയാലല്ലേ നമ്മളെ കാണൂ. നോക്കണമെങ്കിൽ അള്ളയല്ലേ തീരുമാനിക്കേണ്ടത്. മുസ്ലിമേ, അള്ളാനെ കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിമേ, എന്തിനാ പേടിക്കുന്നത്? പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? അതുകൊണ്ട് സഹോദരാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ല നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും തളരരുത്. ഏത് വലിയ പ്രതിസന്ധിയാകട്ടെ, എത്ര വലിയ പ്രയാസമാകട്ടെ, എത്ര വലിയ അപവാദമാകട്ടെ, ഏതൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും പതറല്ലേ, പരാജയപ്പെടല്ലേ, ആത്മഹത്യക്ക് തയ്യാറെടുക്കല്ലോ. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഏതൊക്കെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നടന്നു പോകേണ്ടി വന്നാൽ അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. ആറ്റം ബോംബിനേക്കാൾ പവറുള്ള ഒരു ആയുധമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് ആറ്റം ബോംബിനേക്കാൾ പവറുള്ളതാക്കാൻ കഴിവുള്ള റബ്ബ് നമ്മുടെ കൂടെയുള്ളപ്പോ എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്? എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മൂന്നാമത്തെ കാര്യം, അബൂബക്കർ, അല്ല നമ്മുടെ കൂടെയില്ലേ? അല്ല നമ്മുടെ കൂടെയില്ലേ? എന്റെ സഹോദരാ, തവക്കലാണ് നമുക്ക് വേണ്ടത്. പടച്ചവനെ പരമേൽപ്പിക്കുന്ന ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തവക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. റബ്ബിനെ അങ്ങ് ഏൽപ്പിക്ക കാര്യങ്ങൾ. അള്ളാഹിനെ ഏൽപ്പിച്ച അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അബൂബക്കർ തങ്ങള് ഗുഹയ്ക്കകത്തിരുന്നിട്ട് കൈകാലങ്ങിട്ട് വിറയ്ക്കാൻ. നബി ചോദിച്ചു, എന്താ അബൂബക്കറെ? നബിയെ വാളും പിടിച്ചോണ്ട് ദോ മോളി നിക്കണ നബിയെ. നബിയെ അവനൊന്ന് താഴേക്ക് നോക്കിയാൽ മതി, നമ്മളെ കാണും, കൊന്നുകളയും നബിയെ. പേടിച്ചുകൊണ്ട് പറയുമ്പോ മുത്തുനബി ചിരിച്ചുകൊണ്ടിരിക്കുക, അല്ല നമ്മുടെ കൂടെ ഇല്ലേന്ന്. അല്ല നമ്മുടെ കൂടെ ഇല്ല, എന്തിനാ പേടിക്കണേ? ഓൻ കാലി നോക്കണമെങ്കിൽ അല്ല തീരുമാനിക്കണ്ടേ. സഹോദര, ഇതാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ കാര്യം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും അള്ളാഹിനെ കുറിച്ചിട്ട് അങ്ങോട്ടൊരു വിശ്വാസം ഇല്ല. എല്ലാം അവനവന്റെ കാര്യം, അപ്പന ഇതെന്റെ സ്വന്തം കാര്യം.
എല്ലാം നമ്മൾ തന്നെ അങ്ങ് ഏറ്റെടുത്തിരിക്കതല്ല. റബ്ബിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര വലിയ പ്രതിസന്ധി, ഏത് പ്രയാസത്തിലും, എത്ര വലിയ വിപത്തിലും, ഏത് പരീക്ഷണത്തിലാണെങ്കിലും അള്ളാഹുവിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇങ്ങനെ പറഞ്ഞ തവക്കൽതു അലല്ലാഹ് പറങ്ങട്ട് ഈമാനോടെ പറ. ഏതൊരു കാര്യം അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉഷാർ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒന്ന് പറഞ്ഞ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പോരാതങ്ങട്ട് മനസ്സുകൊണ്ട് പറ, നാവ് കൊണ്ട് വേണ്ട, മനസ്സുകൊണ്ട് അങ്ങോട്ട് പറ. ഏത് കാര്യം അല്ലാഹ്, ജോലിക്ക് പോവാ പടച്ചവനെ നോക്കിക്കോണം, കച്ചവടത്തിന് പോവാ അല്ലാഹ് നോക്കിക്കോണം. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പരീക്ഷയ്ക്ക് പോകുമ്പോ, സ്കൂളിൽ പോകുമ്പോ, കച്ചവടത്തിന് പോകുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, ഏത് കാര്യത്തിന് പോകുമ്പോഴും അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോ. പടച്ചവൻ നോക്കിക്കോളൂ എല്ലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നിറങ്ങി 3 ദിവസത്തോളം അതിന്റെ അകത്ത് താമസിച്ചിട്ട് മുത്തുനബി ഇറങ്ങിയിട്ട് അള്ളാഹുവിന്റെ റസൂല് അതാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി നിന്നു. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ മക്കയിലേക്ക് നോക്കി. മക്കയുടെ ഭാഗത്തേക്ക്, കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു മക്കയോട്, നിന്നെ പിരിയാൻ എനിക്ക് മനസ്സില്ല. ജനിച്ചു വളർന്ന നാടിനോട് മുത്തുനബി പറയുകയാ, നിന്നെ വിട്ടു പിരിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. എനിക്ക് നിന്നെ വിട്ടു പോകണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ നിന്റെ നാട്ടുകാര് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഒരു അവസ്ഥയും ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് മക്കയെ നോക്കിയിട്ട് മുത്തുനബി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാ നടന്നതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടവുമായി ചിന്തിച്ചു നോക്ക്. നാളെ നമ്മുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. വാരി കെട്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോകാൻ പറയുന്ന ഒരു കാലത്താ നമ്മളും ജീവിക്കുന്നത്. ഇത് നിന്റെ നാടല്ല, നീ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കോ എന്ന് പറയുന്ന ഒരു കാലഘട്ടം. എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി നേരിട്ട് ഇതേപോലൊരു അവസ്ഥയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ പ്രവാചകൻ മക്കയോട് സലാം പറഞ്ഞു പിരിഞ്ഞു. മുത്തുനബി മദീനത്തേക്ക് കടന്നു പോകുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു പോകുകയാ. മദീന നിവാസികൾ മുഴുവനും മുത്തുനബിയെ സ്വീകരിക്കാൻ, മുഹാജിരീങ്ങളെ സ്വീകരിക്കാൻ അൻസാറുകൾ മുഴുവനും തയ്യാറായി. മരത്തിന്റെ മുകളിൽ കയറിയിട്ട്, ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാ. ആദ്യം എനിക്ക് കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും വരുന്നത് മുത്തുനബി അങ്ങനെ ആരും കണ്ടിട്ടില്ല. മദീനക്കാരധികം പേരും കാണാത്തവരായതുകൊണ്ട് അള്ളാന്റെ റസൂലിനെ കാണാനും മരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാ. അപ്പോഴാണ് ആരോ മരത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നു, അതാ വരുന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു. പടച്ചവനെ, മദീന നിവാസികൾക്ക് പെരുന്നാളിന്റെ ആഘോഷമാണ്. അവർക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. മുത്തുനബി അടുത്തേക്ക് വരുമ്പോ അല്ലാഹുവേ അവിടെ നിന്ന് പാടുകയാണ്. സന്തോഷം കാരണം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണേണ്ട താമസമുണ്ടല്ലോ. മുഹാജിരീങ്ങളെല്ലാം അൻസ്വാരികളുണ്ടല്ലോ. ആ മദീന നിവാസികൾ അവിടെ നിന്ന് സ്വീകരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തൊരു മുസ്ലിമിന് വേണ്ട നാലാമത്തെ കാര്യം എന്തെന്നറിയുവോ? ആ അൻസ്വാരികളെ പോലെയാകണം നമ്മൾ. ഒന്നുമില്ലാതെ ഇട്ടിരുന്ന വസ്ത്രത്തോട് ഉണ്ടായ സമ്പത്ത് മുഴുവനും, തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും മക്കത്തിട്ടിട്ടു അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളോട് അൻസ്വാരികളായ സ്വഹാബി കയ്യിൽ പിടിക്കുകയാ. അവര് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ടല്ലോ. ഒന്നുമില്ലാത്തവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഞങ്ങളുണ്ടല്ലോ. എനിക്ക് 2 വീടുണ്ട്, ഒരു വീട് നിങ്ങളെടുത്തോ. എനിക്ക് 2 വാഹനമുണ്ട്, 2 കുതിരയുണ്ട്, 2 ഒട്ടകമുണ്ട്, 1 നീ എടുത്തോ. എന്റെ 2 തോട്ടങ്ങളിൽ ഒരു തോട്ടം
തോട്ടം നീ എടുത്തോ, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാ. മദീനക്കാരായ അൻസ്വാരികളുണ്ടല്ലോ, മുഹാജിരീങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഞാനുണ്ട്, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി തരാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് അവർക്ക് കെട്ടിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ട 4ാമത്തെ ഗുണം, നമുക്ക് വേണ്ട 4ാമത്തെ ഗുണം, ഈ ഗുണമാണ് വേണ്ടത്. പടച്ചവനെ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാപങ്ങളുണ്ട്. മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവരുണ്ട്, കേറിക്കിടക്കാ വീടില്ലാത്തവരുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന 100 കണക്കിന് പാപങ്ങളുണ്ട്. പടച്ചവനെ, ലോണിലും പലിശയിലും പെട്ടുപോയിട്ട് കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്. പ്രായപൂർത്തിയായ പെമ്മക്കളെ വീടിന്റെ അകത്ത് വെച്ചിട്ട് കെട്ടിച്ചു കൊടുക്കാ വഴിയില്ലാതെ സുജൂദിൽ കിടന്ന് കരയുന്ന പാവപ്പെട്ട ഉമ്മമാരുണ്ട്. എത്രയോ യതീമായ മക്കളുണ്ട്. സഹോദരാ, കണ്ടില്ലെന്ന് നടിക്കല്ലോ, കണ്ടില്ലെന്ന് നടിക്കല്ലോ, കാണാത്തവനെ പോലെ നടക്കല്ലോ. അതൊരു മുസ്ലിമിന്റെ ധർമ്മമാണ്, ഒരു മുസ്ലിമിനുണ്ടാകേണ്ട നല്ല ഗുണമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെയും സ്വഹാബികളെയും ആ മദീന നിവാസികൾ 2 കൈയും നീട്ടി സ്വീകരിച്ചെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിരീങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ സ്വഹാബത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് അൻസാരികൾ പറയുകയാ, എന്റെ 2 വീട്ടിൽ ഒരു വീട് നിനക്കിണ്ണ എടുത്തോ, എന്റെ സമ്പാദ്യത്തിൽ പകുതി സമ്പാദ്യം നിങ്ങൾക്ക്, എനിക്ക് അവിടെ ഇവിടൊക്കെ ഈന്തപ്പന തോട്ടമുണ്ട്, ഒന്ന് നിനക്ക് ഒന്ന് എനിക്ക്. അൽഹംദുലില്ലാ. എന്തിന്? 2 ഭാര്യമാർ, കൂടുതൽ ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയോട് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്റെ കൂടപ്പുറപ്പിന് വേണ്ടിയാ തലാക്ക് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട് 2 വീടുണ്ടെങ്കിൽ ഒരു വീട് കൊടുക്കാൻ ഞാൻ പറയണില്ല. നിന്റെ സമ്പാദ്യത്തിന്റെ പകുതി കൊടുക്കണമെന്ന് പറയണില്ല. നിന്റെ കടമെടുത്ത് കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. എന്റെ പ്രിയമുള്ളവരെ, പിന്നെ പെണ്ണുമ്പിള്ളയെ കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. അതൊന്നും ഞാൻ പറയണില്ല. അത് വേണമെങ്കിൽ ചിലർ തയ്യാറാ. കാരണം എന്ത്, എങ്ങനെയും ഒന്ന് ഒഴിച്ചു കിട്ടിയാൽ ചിന്തിക്കുന്ന എങ്ങനെ ഉണ്ടല്ലോ. എടുത്താണെങ്കിൽ പോട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതാണ് ഇന്നത്തെ അവസ്ഥകളൊക്കെ. വല്ലാത്ത അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പാപങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അള്ളാഹുവെ, ഒരു നേരത്തിന് വകയില്ലാത്ത പാപപ്പെട്ടവര് കുറ്റിത്തെരുവി ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഒരാൾ ഈ നാട്ടിലുണ്ടോ ഉസ്താദ്? എന്നോട് ചോദിക്കും. ഈ നാട്ടിലൊരു പാവപ്പെട്ടവനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇല്ലാന്ന്. ആരാ പറഞ്ഞ ഇല്ലാന്ന്? നീ കണ്ണ് തുറന്ന് നോക്കാത്തത് കൊണ്ടാ. ചിലപ്പോ നിന്റെ കുടുംബത്തിൽ തന്നെ കാണും, നിന്റെ വീടിന്റെ പരിസരത്ത് കാണും. നീ നോക്കൂല. കാരണം എന്ത്? നിനക്കത് നോക്കാനുള്ള സമയവുമില്ല, അതിനുള്ള മനസ്സുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, SKSSFന്റെ മക്കൾ, ഈ പാവപ്പെട്ട കൂട്ടുകാർ, ഈ ചെറുപ്പക്കാർ, സുന്നത്ത് ജമാഅത്തിന്റെ കൊടിക്ക് കീഴിൽ നടക്കുന്ന ഈ പൊന്നാര മക്കൾ, അള്ളാഹുവെ പടച്ചവനെ, അവരുടെ ലക്ഷ്യവും ഈ നാട്ടിലെ പാവപ്പെട്ടവരാണ്. അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സംഘടന, ഈ കൂട്ടായ്മ അൽഹംദുലില്ലാ പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബക്കറ്റ് പിരിവുണ്ടോ? ബക്കറ്റ് പിരിവുണ്ടോ? ഒന്നുമില്ലേ? ഉണ്ട്. അപ്പൊ അൽഹംദുലില്ലാ. അൻസാരിങ്ങളുടെ ഗുണമാണ് ഉള്ളതിൽ പങ്കു കൊടുത്തു. നമുക്ക് ആ ഗുണമുണ്ടോ നോക്കാം. ഒന്ന് പൊക്കറ്റി കയ്യട്ടെ. അൻസാരിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണമായിരുന്നു എന്ത്? ഉള്ളതിൽ പങ്കു കൊടുക്കാൻ. ഉള്ളതിൽ പങ്കു കൊടുക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലവും പറഞ്ഞിട്ട് ഞാൻ പോവാ, വേണമെങ്കിൽ കൊടുത്തോ ഇൻഷാ അല്ലാഹ്. എന്റെ ബക്കറ്റ് എന്ത്? അവർ ചർച്ച കൊണ്ടുപോടാൻ ഇങ്ങോട്ട് ബിസ്മില്ലാ. എല്ലാരും ഒന്ന് കയ്യട്ടെ. പോക്കറ്റി കയ്യിട്ടിട്ട് ഉള്ളതിൽ പങ്ക്. അൽഹംദുലില്ലാ. നിങ്ങൾ ഈ രോഗികൾക്ക് എന്തോ സഹായിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, ചികിത്സാ സഹായം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒരു നല്ല സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആമീൻ. اللهم صل على محمد يا ربي صل عليه وسلم.